ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ കോഴിമക്കളെ കണ്ടിട്ട് എന്ന് തോന്നുന്നു? ഇതെൻ്റേതെന്ന് പറയാറായിട്ടില്ല കേട്ടോ. ഇതെൻ്റെതല്ല. ഇപ്പോൾ ഇതെൻ്റെ കൈകളിൽ താമസിക്കാതെ വരും. ഒരാൾ എനിക്ക് അയച്ചു തരാനായിട്ട് ഇങ്ങനെ വളർത്തി കോഴിക്കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിച്ച് വളർത്തി അവരതിൻ്റെ വാക്സിനൊക്കെ എടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെനിക്ക് ഫോട്ടോ വീഡിയോ ഇട്ട് തന്നു. അവർ ഇത്രയും വളർന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. 13 മക്കളുണ്ട് ഇവരെ. ഈ 13 മക്കളും ഈ അമ്മയും ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ കൈകളിലെത്തും. ഞാനതിൻ്റെ വളരെയധികം ഹാപ്പിയിലാണ്. ഒറിജിനൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണിവർ. ഒറിജിനൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണിവർ. അപ്പം ഇവരെ പറ്റിയൊക്കെയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവരെത്താൻ വേണ്ടി ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്. ഇവരൊരു കുറേ അധികം ദൂരെ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ഇവരെങ്ങനെ ഇവിടെ എത്തും, ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം അവർ അവിടെ നിന്ന് ഇങ്ങനെ പെറ്റ്സ് വണ്ടിക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തുന്നിടം വരെ ഞാൻ ഇവരെ കാണുമ്പോൾ എനിക്ക് സന്തോഷവും എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ എന്നുള്ള ടെൻഷനും അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തിലിരിക്കുക. എനിക്ക് പനി, എൻ്റെ സൗണ്ട് അടച്ചിരിക്കുന്നത് കൊണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇവരെൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്താൻ. ഇതാരുടെ അടുത്തു നിന്നാണ് ഞാനിപ്പോൾ പറയുന്നില്ല. അതൊരു സർപ്രൈസാണ് കേട്ടോ. ഇവിടെ വന്ന് ഇവരെൻ്റെ കയ്യിൽ സുരക്ഷിതമായി കെട്ടിക്കഴിയുമ്പോൾ ഇവരുടെ വീഡിയോകൾ പിന്നീട് ഞാൻ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും ഇവരാരുടെ കയ്യിൽ നിന്നാണ് എൻ്റെ കയ്യിലെത്തിയത് എന്ന്. ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല ക്യൂട്ടല്ലേ എൻ്റെ മക്കൾ 13 പേരുണ്ട് കേട്ടോ. 13 പേരും അവരുടെ അമ്മയെ ഉൾപ്പെടെ എൻ്റെ കൈകളിൽ ഇവരെത്തും. അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. ഇവർക്ക് വേണ്ടിയുള്ള കൂടൊക്കെ റെഡിയാക്കി ഞാൻ അതിന് വീണുന്ന എല്ലാ സെറ്റപ്പുകളും ചെയ്ത് ഇവരെ ഇനി എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എനിക്കില്ല ഇവിടെ നേക്കിട്ട് ഇങ്ങനെയൊക്കെ കഴുത്തിന് കൂടെയില്ലാത്തത്. ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ ഇവിടെയൊക്കെ അടുത്തൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് അന്വേഷിച്ചു. നാടൻ കുഞ്ഞുങ്ങളെ അടയിരിക്കുന്ന കോഴിയെയും കുഞ്ഞുങ്ങളെയും വേണമെന്നുള്ള രീതിയിൽ അന്വേഷിച്ചു. കാരണം എനിക്ക് ഇത് അട വെച്ച് പിന്നീട് കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ മക്കളെയൊക്കെ കാണിക്കുന്നത്. നമ്മുടെ കുഞ്ഞിലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയും കാണിച്ചു കൊടുക്കണ്ടേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ അവരെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉൾപ്പെടുത്തും.